നമ്മളുമായിട്ട് കണക്ട് ആവാൻ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളും നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പ്രപഞ്ച ശക്തിയാണ്, സ്നേഹമാണ്. ആ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുകയാണ്. ആ സ്നേഹം ഒന്ന് ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ തിരക്കുകളിൽ പെട്ടിട്ട് നമ്മളിൽ നിന്ന് അകന്നകന്നകന്നകന്ന നമ്മളതിൽ നിന്ന് അകന്നകന്നകന്നകന്ന അവിടെയാണ് ഇത്തരത്തിലുള്ള ഒത്തുകൂടലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. അതിലേക്ക് കണക്ട് ചെയ്താൽ എല്ലാം റെഡിയാവും, എല്ലാം ശരിയാവും. അതിലേക്ക് കണക്ട് ചെയ്ത് അവിടെ ഉണ്ടല്ലോ, അവിടെയാണല്ല. അതെല്ലാ കൂട്ടത്തിലും, അതെല്ലാ ശക്തിയും, അത് ഏത് ടാസ്ക് നമുക്ക് ഏറ്റെടുക്കാനുള്ള കഴിയും, അതേത് ഉത്തരവാദിത്തങ്ങളും എത്ര വലിയ പ്രൊജക്റ്റും വളരെ ഈസി ആയിട്ട് സ്നേഹത്തോടുകൂടി നമുക്കെല്ലാം കീഴ്പ്പെടുത്താനാണ് ആ ധൈര്യം. അതാണ് യഥാർത്ഥത്തിലുള്ള ഇൻസ്പിറേഷൻ. ബിക്കോസ് നിങ്ങൾ ആ സമയത്ത് നിങ്ങളിലായിരിക്കുക, നിങ്ങളിലേക്ക് കണക്ട് ചെയ്യണം. നിങ്ങളിലായിരിക്കുമ്പോൾ, നിങ്ങളിലേക്ക് കണക്ട് ആകുമ്പോൾ നിങ്ങൾ ആത്മാവിലാകുന്നു, ഇൻസ്പിരിച്വലാകുന്നു. ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അതാണ്. പ്രചോദിതനായ ഒരാളുടെ അവസ്ഥ, ഭയങ്കര പ്രചോദനം ലഭിച്ച ഒരാളാണ്. അയാൾ എന്തും ചെയ്യും, അയാൾക്ക് എന്തും പോസിബിളാണ്, അയാൾക്കെല്ലാം എളുപ്പമാണ്, അയാൾക്കെല്ലാം അനുകൂലമാണ്, അയാൾക്കെല്ലാം ശരികളാണ്, അയാൾക്കെല്ലാം അവസരങ്ങളാണ്. ഇംപ്രൂവ് ചെയ്യാനുള്ള തടസ്സങ്ങളെല്ലാം ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങളായിരുന്നു. ബുദ്ധിമുട്ടുകളെല്ലാം സമ്മാനങ്ങളായി മാറി, പ്രയാസങ്ങളെല്ലാം നന്മയിലേക്കുള്ള പാതകളായി. കാണുന്ന കാഴ്ചമാണ്, ഉൾക്കാഴ്ചമാണ്, എല്ലാം കൂടി വേറെ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ഹയർ ഡയമെൻഷൻ.